നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കായ കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് SSC CGL CHSL എക്സാമുകൾക്ക് സെക്ഷൻ 3 ക്വാളിഫയിങ് നേച്ചറിൽ ചോദിക്കുന്ന ടോപ്പിക്കാണ്. അപ്പൊ അതിന്റെ പാർട്ട് 4 എന്ന് പറയുന്ന ക്ലാസ്സിലേക്കാണ് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കമ്പ്യൂട്ടറിലെ അബ്രിവേഷൻസ് ആണ്. വളരെ പ്രാധാന്യമുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് എല്ലാം ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഈ അബ്രിവേഷൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് എല്ലാ ലെറ്റേഴ്സിന്റെയും പ്രധാനപ്പെട്ട അബ്രിവേഷൻസ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇച്ചിരി ലെങ്തി ആണ് ടോപ്പിക്ക്. അപ്പൊ എല്ലാവരും ഓരോ ടേമുകളും നിങ്ങൾക്ക് അറിയാത്ത ടേമുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണെന്നറിയുമോ? എ എന്താണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണെന്ന് ഒരു എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ദെൻ ALUവും എല്ലാവർക്കും അറിയാം. എന്താ? അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്. AMD എന്താണ്? AMD എന്ന് വെച്ചാൽ അഡ്വാൻസ്ഡ് മൈക്രോ ഡിവൈസസ് ആണ്. അറിയാത്തവർ അത് നോട്ട് ചെയ്യണം. API ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇന്റർഫേസ്. ARP എന്ന് പറഞ്ഞാലോ അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ. നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് പല നെറ്റ്വർക്കിനകത്ത് പല ടൈപ്പ് ഓഫ് പ്രോട്ടോകോളുകൾ പഠിക്കുന്നതിൽ ഒരു പ്രോട്ടോകോൾ ആണെന്ന് പറയുന്നത് ARP എന്ന് പറയുന്ന അഡ്രസ് റെസൊല്യൂഷൻ, അഡ്രസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോകോൾ ആണ്. ദെൻ ആർപ്പാനെറ്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഫോം ഓഫ് ഇന്റർനെറ്റ് ആണ്. എന്താണ് അതിന്റെ ഫുൾ ഫോം? അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്ട് ഏജൻസി നെറ്റ്വർക്ക്. അറിയാത്തവർ അത് നോട്ട് ചെയ്ത് നോക്കുക. ARQ എന്താണ്? ഓട്ടോമാറ്റിക് റിപ്പീറ്റ് റിക്വസ്റ്റ് എന്നാണ്. ഓക്കെ. AS എന്താണ്? ഓട്ടോണോമസ് സിസ്റ്റം. അതുപോലെ എപ്പോഴും കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ആസ്കി എന്താണ്? അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്നാണ്. ക്ലിയർ ആണ്? ദെൻ ASP എന്താണ്? ആക്റ്റീവ് സെർവർ പേജസ്. AVI ഓഡിയോ വീഡിയോ ഇന്റർലീവ് എന്നാണ്. അപ്പം പ്രധാനപ്പെട്ട ചില എയിൽ തുടങ്ങുന്ന ടേമുകളാണ് പറഞ്ഞത്. നിങ്ങൾക്ക് അറിയാൻ മേലാത്ത എന്ത് ചെയ്യണം? നോട്ട് ചെയ്യണം. ഓക്കെ, അടുത്തത് ബിയിലേക്കാണ് പോകുന്നത്. എന്താണ്? ബേസിക് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതിന്റെ ഫുൾ ഫോം എന്താണ്? ബിഗിനേഴ്സ് ഓൾ പർപ്പസ് സിംബോളിക് ഇൻസ്ട്രക്ഷൻ കോഡ് എന്നാണ്. ഓക്കെ. BCD എന്താണ്? ബൈനറി കോഡ് ഡെസിമൽ എന്നാണ്. BDSL ബ്രോഡ്ബാൻഡ് DSL എന്നാണ്. BGP എന്താ? ബോർഡർ ഗേറ്റ്വേ പ്രോട്ടോകോൾ. BHTML ബ്രോഡ്കാസ്റ്റ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. HTML എല്ലാവർക്കും ഒരു അറിയാൻ തോന്നുന്നു. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. BHTML എന്ന് വെച്ചാൽ ബ്രോഡ്കാസ്റ്റ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ്. BIOS ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്നാണ്. BIPS എന്താണ്? ബില്യൺ ഇൻസ്ട്രക്ഷൻ പെർ സെക്കൻഡ്. ഓർത്ത് നോക്കുക. BIPS അറിയാത്തവർ നോട്ട് ചെയ്ത് നോക്കണം. BIU ബസ് ഇന്റർഫേസ് യൂണിറ്റ് എന്നാണ്. ബസ് ഇന്റർഫേസ് യൂണിറ്റ് അറിയാത്തവർ അത് നോട്ട് ചെയ്യണം. CD നിങ്ങൾ കേട്ടിട്ടുണ്ട്, എല്ലാവർക്കും അറിയാമായിരിക്കും, പക്ഷെ കോമ്പാക്ട് ഡിസ്ക് എന്നാണ്. ഇനി CDR എന്ന് പറഞ്ഞാൽ കോമ്പാക്ട് ഡിസ്ക് റെക്കോർഡബിൾ. ഞാൻ അതിന്റെ 2-3 വേർഷൻസ് പറയുന്നത്. CD-ROM എന്താണ്? കോമ്പാക്ട് ഡിസ്ക് റീഡ് ഓൺലി മെമ്മറി. CDRW കോമ്പാക്ട് ഡിസ്ക് റീറൈറ്റബിൾ എന്നാണ് അർത്ഥം. W എന്താണ്? റൈറ്റ് ഓൺസ് ആണ് കോമ്പാക്ട് ഡിസ്ക്. CDXA എന്താണ്? എക്സ്റ്റെൻഡഡ് ആർക്കിടെക്ചർ എന്നാണ് അർത്ഥം. CISC എന്ന് വെച്ച് കഴിഞ്ഞാൽ കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ എന്നാണ്. CISC അത് 2 കാറ്റഗറി തന്നെ ഉണ്ട്. CISC, RISC എന്നൊക്കെ പറഞ്ഞത്. റിച്ച് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ, കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ. അപ്പോ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അടുത്ത CMD എന്ന് പറഞ്ഞാൽ അതിന്റെ അബ്രിവേഷൻ കമാൻഡിനെയാണ് ചുരുക്കി നമ്മൾ CMD എന്ന് വിളിക്കുന്നത്. ദെൻ COBOL എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതാണ്, കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ് ആണ്. ഒരു എന്താണ്? ഒരു ലാംഗ്വേജിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് ആരെന്ന് പറയുന്നത്? COBOL എന്ന് പറയുന്നത്. അടുത്തത് കമ്പ്യൂട്ടർ. നമ്മൾ കമ്പ്യൂട്ടറിന് തന്നെ ഫുൾ ഫോം ഉണ്ട്. എന്താണ്? കോമൺലി ഓപ്പറേറ്റഡ് മെഷീൻ പർട്ടിക്കുലർലി യൂസ്ഡ് ഫോർ ടെക്നോളജി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ടെക്നോളജി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. CPI സൈക്കിൾ പെർ ഇൻസ്ട്രക്ഷൻ അല്ലെ ക്ലോക്ക് പെർ ഇൻസ്ട്രക്ഷൻ. CPU എല്ലാവർക്കും അറിയാം, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ആണ്. CRT ഒരു എല്ലാവർക്കും അറിയാം, കാഥോഡ് റേ ട്യൂബ് ആണ്. CSS എന്താണ്? കാസ്കേഡ് സ്റ്റൈൽ ഷീറ്റ് എന്നാണ്. DB വാട്ട് ഈസ് DB? ഡെസിബൽ കേട്ടോ. DBMS എന്താണ്? അതും എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. DDL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ആണ്. DHTML എന്ന് വെച്ചാൽ ഡൈനാമിക്, ഇതെല്ലാവർക്കും അറിയാം, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ക്ലിയർ ആണ്? ഡിയിലെ കുറച്ചുകൂടി വേർഡുകളുണ്ട്. DML ഇപ്പം നമ്മൾ പറഞ്ഞായിരുന്നു SQL-നകത്ത് വരുന്ന കമാൻഡുകളാണ് DDL, DML,
DCL എന്നൊക്കെ പറയുന്നത്. DDL ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്, DML ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്, DCL ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്, ഇതാണ് വരുന്നത്. ഓക്കെ. DNS എന്ന് വെച്ചാൽ എന്താണ് മക്കളെ? ഡൊമൈൻ നെയിം സിസ്റ്റം. ഓക്കെ. അതുപോലെ ഡോക്ക് എന്ന് എപ്പോഴും ഡോക്യുമെന്റിനെ ചുരുക്കിയാണ് പറയുന്നത്. ഡോസ്, വാട്ട് ഈസ് ഡോസ്? ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ് ഡോസ്. DRAM എന്താണ്? ഡൈനാമിക് റാം, ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി. DVD ഡിജിറ്റൽ വീഡിയോ വേഴ്സറ്റൈൽ ഡിസ്ക് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. DVDR എന്താണ്? റെക്കോർഡബിൾ എന്നുകൂടിയുണ്ട്. DVDRW എന്താണ്? ഡിസ്ക് റീറൈറ്റബിൾ എന്നാണ്. DVRO ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ഡിയുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വെക്കേണ്ട അബ്രിവേഷൻസ് ആണ്. അതുപോലെ ഇ കൊമേഴ്സ് എപ്പോഴും നമ്മൾ കേട്ടൊരു സാധനമാണ് ഇ കൊമേഴ്സ്. ഇലക്ട്രോണിക് കൊമേഴ്സ് എന്നാണ് ഫുൾ ഫോം. EEPROM എന്താ? ഇലക്ട്രോണിക്കലി എറൈസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. റോമിന്റെ ഒരു കാറ്റഗറിയാണ് ആരെന്ന് പറയുന്നത്? EEPROM എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. അടുത്ത ഇമെയിൽ. ഇമെയിൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇലക്ട്രോണിക് മെയിൽ ആണ്. EEPROM എന്താ? നമ്മുടെ റോമിന്റെ കാറ്റഗറിയിൽ വരുന്ന 3 എണ്ണമാണ്. PROM, EEPROM, പിന്നെ ഏതാ? EEPROM. ഇത് മനസ്സിലാക്കി വെച്ചോണം, റോമിന്റെ കാറ്റഗറിയിൽ വരുന്ന. അപ്പൊ EEPROM എന്ന് വെച്ചാൽ എറൈസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ആണ്. EROM എന്ന് വെച്ചാൽ എറൈസബിൾ റീഡ് ഓൺലി മെമ്മറി ആണ്. FDD എന്താ? ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവ് ആണ്. ഫോർട്രാൻ ഫോർമുല ട്രാൻസ്ലേഷൻ ഒരു ലാംഗ്വേജ് ആണ്. GB ജിഗാബൈറ്റ്. GDI ഗ്രാഫിക്കൽ ഡിവൈസ് ഇന്റർഫേസ്. GUI എന്താണ്? GUI ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആണ്. HD ഹാർഡ് ഡിസ്ക് ആണ്. Then HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്, എല്ലാവർക്കും അറിയാം. HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. IO ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളെയാണ്. IC ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണ്. ക്ലിയർ ആണ്. അടുത്തത് IMAP. ഇതൊരു പ്രോട്ടോകോൾ ആണ് കേട്ടോ. IMAP എന്ന് പറയുന്നത് ഒരു പ്രോട്ടോകോൾ ആണ്. എന്താണ്? ഇന്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോകോൾ. നെറ്റ്വർക്ക് ലെയറിലുള്ള ഒരു പ്രോട്ടോകോൾ ആണ്. ഇന്റഗ്രേറ്റഡ് ഇലക്ട്രോണിക്സ് എന്നാണ് ഫുൾ ഫോം. അതുപോലെ IOP ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രോസസർ. IP ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ISDN നമ്മൾ ISDN എന്ന് കേട്ടിട്ടില്ലേ? നമ്മൾ നെറ്റുകൾക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇന്റഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്ക് എന്നാണ്. അതുപോലെ ISP എന്താണ്? ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എന്നാണ്. ഇന്റർനെറ്റ് സർവീസ് ഇപ്പൊ ഐഡിയ, റിലയൻസ് പോലെയുള്ള. IVR ഇന്ററാക്റ്റീവ് വോയിസ് റെസ്പോൺസ് എന്നാണ്. KB കിലോബൈറ്റ്. KBPS കിലോബൈറ്റ്സ് പെർ സെക്കൻഡ്. LAN ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എല്ലാവർക്കും അറിയാം. LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. LLL ലോ ലെവൽ മെഷീൻ ലേണിംഗ് ലാംഗ്വേജ്. MAC മീഡിയം ആക്സസ് കൺട്രോൾ, വെരി ഇമ്പോർട്ടന്റ് ആണ്. മീഡിയം ആക്സസ് കൺട്രോൾ MAC. ഓക്കെ. MAN എല്ലാവർക്കും അറിയാം, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. നെറ്റ്വർക്കിന്റെ ടൈപ്പിൽ വരുന്ന പാന്, മാന്, ലാന്, വാൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിലൊരെണ്ണമാണ് എന്തെന്ന് പറയുന്നത്? മാൻ എന്ന് പറയുന്നത്. MBPS മെഗാ ബിറ്റ്സ് പെർ സെക്കൻഡ്. സ്മാൾ MBPS ആണെന്നുണ്ടെങ്കിൽ, BPS സ്മാൾ ആണെന്നുണ്ടെങ്കിൽ വരുന്നത് എന്താണ്? മെഗാ ബിറ്റ്സ് പെർ സെക്കൻഡ്. മറ്റേതെന്താണ്? മെഗാ ബൈറ്റ്സ് പെർ സെക്കൻഡ് ആണ്. MBPS ക്യാപിറ്റൽ വരുവാണെങ്കിൽ ഇതെന്താണ്? മെഗാ ബിറ്റ്സ് പെർ സെക്കൻഡ് ആണ്. MICR മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. MICR. MMX മൾട്ടിമീഡിയ എക്സ്റ്റൻഷൻ എന്നാണ്. മോഡം, വാട്ട് ഈസ് മോഡം? മോഡുലേറ്റർ ഡീമോഡുലേറ്റർ എന്നാണ് ഫുൾ ഫോം. MSCDX മൈക്രോസോഫ്റ്റ് കോമ്പാക്ട് ഡിസ്ക് എക്സ്റ്റൻഷൻ എന്നാണ്. MS-DOS മൈക്രോസോഫ്റ്റ് ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ്. NAT നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ. NTP നെറ്റ്വർക്ക് ടൈം പ്രോട്ടോകോൾ. OCR ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ. OMR ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. ഇതെല്ലാം ഇൻപുട്ട് ഡിവൈസുകളാണ്. OOP എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. എക്സാമ്പിൾ പറഞ്ഞാൽ C++, ജാവ, ഇവയൊക്കെ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. OS എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. P2P വാട്ട് ഈസ് P2P? പോയിന്റ് ടു പോയിന്റ് പ്രോട്ടോകോൾ എന്നാണ്. ക്ലിയർ ആണ്. അടുത്തത് PAN. വാട്ട് ഈസ് PAN? പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. PC പേഴ്സണൽ കമ്പ്യൂട്ടർ. PCB പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്. PCI പെരിഫറൽ കമ്പോണന്റ് ഇന്റർകണക്ട് എന്നാണ്. PHP ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസർ. PHP P വെച്ച് നമ്മൾ തുടങ്ങുമെന്ന് വിചാരിക്കും. PHP യുടെ ഫുൾ ഫോം എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസർ എന്നാണ്. പിക്സൽ. വാട്ട് ഈസ് പിക്സൽ? പിക്ചർ എലമെന്റിന്റെ, നമ്മുടെ സ്ക്രീനിലൊക്കെ കാണുന്ന പിക്ചർ എലമെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പിക്സൽ എന്ന് പറയും. PNG. വാട്ട് ഈസ് PNG? പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്സ്. PPP പോയിന്റ് ടു പോയിന്റ് പ്രോട്ടോകോൾ. PRN പ്രിന്ററിനെ ചുരുക്കി പറയുന്നു. PROM പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, നേരത്തെ കണ്ടതാണ്. RAM റാൻഡം ആക്സസ് മെമ്മറി. RARP റിവേഴ്സ് അഡ്രസ് റെസൊല്യൂഷൻ. അഡ്രസ് ARP
അതുപോലെ തന്നെ RIRP ഉണ്ട്. ഇത് രണ്ടും അഡ്രസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ, റിവേഴ്സ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോളുമാണ്. RDBMS റിലേഷണൽ DBMS, അതായത് റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. RIP എന്താണ്? റൂട്ടിംഗ് ഇൻഫർമേഷൻ പ്രോട്ടോകോൾ. RIP റൂട്ടിംഗ് ഇൻഫർമേഷൻ പ്രോട്ടോകോൾ. അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു സിസ്കും റിസ്ക് എന്താണ്? റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ ആണ്. ROM എല്ലാവർക്കും അറിയാം, റീഡ് ഓൺലി മെമ്മറി ആണ്. SRAM സിങ്ക്രണസ് ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി എന്നാണ്. SFTP സെക്യൂർ ആയിട്ടുള്ള ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. SGML സ്റ്റാൻഡേർഡ് ജനറലൈസ്ഡ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ്. SIP സെഷൻ ഇനിഷ്യേഷൻ പ്രോട്ടോകോൾ. SMTP സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ് ആപ്ലിക്കേഷൻ ലെയറിൽ. SNAP സബ് നെറ്റ്വർക്ക് ആക്സസ് പ്രോട്ടോകോൾ. SNMP സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെന്റ് പ്രോട്ടോകോൾ. SRM സ്റ്റാറ്റിക് റാൻഡം ആക്സസ്. SRAM-ഉം DRAM-ഉം ഉണ്ടല്ലോ, റാമിന്റെ രണ്ട് കാറ്റഗറി, ഒന്ന് SRAM സ്റ്റാറ്റിക് റാമും മറ്റൊന്ന് DRAM എന്താണ്? ഡൈനാമിക് റാമുമാണ്. TCP എന്താണ്? ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ എന്നാണ്. UI യൂസർ ഇന്റർഫേസ്. URL യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ്. ഇതെല്ലാം പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. USB എന്താണ്? USB യൂണിവേഴ്സൽ സീരിയൽ ബസ്. USB എപ്പോഴും നമ്മൾ പറയും USB ഡിവൈസസ് എന്നൊക്കെ പറയില്ലേ, എന്താണ്? യൂണിവേഴ്സൽ സീരിയൽ ബസ്. VCD വീഡിയോ കോമ്പാക്ട് ഡിസ്ക്. VDU വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. വൈറസ് വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സീസ് എന്നാണ് വരുന്നത്. ദെൻ VRAM എന്താണ്? വീഡിയോ റാൻഡം ആക്സസ് മെമ്മറി എന്നാണ്. വീഡിയോ റാൻഡം ആക്സസ് മെമ്മറി. അതുപോലെ VXD വെർച്വൽ എക്സ്റ്റൻഡഡ് ഡ്രൈവർ എന്നാണ്. WAN എന്താണ്? നമ്മൾ ടൈപ്സ് ഓഫ് നെറ്റ്വർക്കിലെ ഒരെണ്ണമാണ്. വൈഡ് ഏരിയ നെറ്റ്വർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് തോന്നുന്നു. WAP എന്ന് പറഞ്ഞാൽ എന്താണ്? WAP ഇറ്റ് ഈസ് വയർലെസ് ആപ്ലിക്കേഷൻ പ്രോട്ടോകോൾ എന്നാണ്. ഈ പ്രോട്ടോകോൾ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലാർജ് സ്ക്രീനിൽ കാണുന്ന നമ്മുടെ നെറ്റ്വർക്ക് കാര്യങ്ങളെല്ലാം ഫോണിലെ ചെറിയ ഒരു ഇതിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് വയർലെസ് ആപ്ലിക്കേഷൻ പ്രോട്ടോകോൾ. വയർലെസ് ആപ്ലിക്കേഷൻ. അപ്പൊ നമ്മള് കമ്പ്യൂട്ടറിലൊക്കെ കാണുന്ന വലിയ സ്ക്രീനിൽ കാണുന്ന ഇപ്പൊ നെറ്റ്വർക്ക് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴേ, നെറ്റ് യൂസ് ചെയ്യുമ്പോൾ വലിയ സ്ക്രീനിൽ കാണുന്ന സാധനങ്ങളെ മൊബൈലിലെ നമ്മുടെ ചെറിയ സ്ക്രീനിലേക്ക് അതിന് പറ്റുന്ന രീതിയിലേക്ക് മാറ്റി കാണിക്കുന്നില്ലേ, അതെല്ലാം എന്താണ്? WAP ആണ്, വയർലെസ് ആപ്ലിക്കേഷൻ പ്രോട്ടോകോൾ. WBMP വയർലെസ് ബിറ്റ് മാപ്പ് ഇമേജ്. വൈഫൈ വയർലെസ് ഫിഡിലിറ്റി. അറിയാലോ, വയർലെസ് പിന്നെ ടൈപ്പ് ഓഫ് മീഡിയത്തിനകത്ത് വരുന്നതാണെന്ന് പറയുന്നത് വൈഫൈ വയർലെസ് ഫിഡിലിറ്റി എന്നാണ്. WLAN എന്താ? വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്നാണ്. ക്ലിയർ ആണ്? ഇനി അടുത്തത് WML വയർലെസ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ്. ഇതെല്ലാവർക്കും അറിയാം. WW എന്താണ്? വേൾഡ് വൈഡ് വെബ് എന്നാണ്. XGA എക്സ്റ്റെൻഡഡ് ഗ്രാഫിക്സ് അറേ. XHTML എക്സ്റ്റെൻസിബിൾ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. XMF എക്സ്റ്റെൻസിബിൾ മ്യൂസിക് ഫയൽ. XML എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ്. XMS എക്സ്റ്റെൻഡഡ് മെമ്മറി സ്പെസിഫിക്കേഷൻ. ഓക്കെ, അപ്പോ ഞാൻ വളരെ പ്രധാനപ്പെട്ട കുറച്ച് അബ്രിവേഷൻസ് ആണ് പെട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് നിങ്ങളത് വൈൻഡ് അപ്പ് ചെയ്ത് നോക്കിയിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അബ്രിവേഷനിൽ നിന്നുള്ള മാർക്ക് ഒന്നും നഷ്ടപ്പെടാതെ തന്നെ കിട്ടും. ഒരുപാട് കളക്ഷൻ ഞാൻ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.